പേപ്പേഴ്സ് പറഞ്ഞനുസരിച്ച് 1 ലക്ഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്. അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. വിനാശ് സാർ അവിടെ ഉണ്ട്. എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. വാ. എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ, ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും. വന്നിട്ട് കാണാം. മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും. അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ. മോളെ കൂടെ അയക്കുന്നില്ല. കേരളത്തിലും അടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം. വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിലൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല. എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം. പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങല്ലേ. പയ്യനോട് റെഡി ആയിരിക്കാൻ പറ. ജോലിക്ക് പോണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ, എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല. രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവില്ല. ഏത്? ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്. ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടെന്ന് വെക്കണം. വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. എന്താ? അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച. എന്ത് പ്രശ്നം? ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടെ വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അതൊക്കെ വെറും തോന്നലാ. ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞു. അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായി ഞാൻ പുണ്യാളം പറയുന്നത് കേൾക്കാതെ മദ്രാസിൽ പോയാ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായി വരും. ഒരാപത്ത് വരുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നത്? ആപത്ത് എന്റെ അമ്മയുടെ അവനോടെ നിന്നാൽ ആപത്ത്. രൂപ 1 ലക്ഷം കയ്യിൽ നിന്ന് പോയത് അറിയാവോ? പോയനോ ഇന്ന് എടുത്തു വെച്ച് ഉടുത്തെന്ന് പറഞ്ഞോലായി. അച്ചായൻ കഴിച്ചാട്ടെ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. ഇവളുടെ കാര്യം നേരെ ചൊവ്വേ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല. നീ എന്നെ അടി വിരുന്ന് കയറിയ പോലെ അകത്തോട്ട് വാ. എന്താ? വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക. എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചൻ അറിയാലോ. പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സനുവദിക്കുന്നില്ല. വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ. രക്തബന്ധം മറന്ന് നീ അങ്ങനെയൊന്നും പറയല്ലേ ഇട്ടി. എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. കൈ കാശില്ല, കെട്ടി ചായക്കണ്ടെന്ന് വെക്കണം. വല്ല വടത്തിലും പറഞ്ഞയക്ക്. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ അമ്മച്ചി? ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടാ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇതെന്താണ് അമ്മച്ചി? ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ? അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നേലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കുറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയച്ചു മാമോനെ. ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും. ഇറങ്ങണം, വേഗം പറയണം. മിസ്റ്റർ റിട്ടിയച്ചനല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇംഗ്ലണ്ട് ടൈംസിനാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത്, ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. പോലീസ് പാർട്ടി ഈസ് ഹിയർ. കം ഓൺ, സെർച്ച് ഇറ്റ് ഓൾ തിങ്സ് ഫാസ്റ്റ്. ബ്ലഡി നോൺസെൻസ് സ്റ്റുപ്പിഡ്. നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ.
കുട്ടികളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മാറണം. Come on. Upstairs is here. Come on. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത് കാണിച്ചു തരണം. വേഗം വരണം. പറയട്ടെ. എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച്. ഹു ആർ യു? നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ വീട്ടിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല ഇതിനകത്ത് വന്ന് കയറാൻ. തറവാട്ട് വകയാ? Shut up your bloody mouth. Shut up your bloody mouth. What bloody nonsense you are talking, man? എന്നാ അയാൾ പറയുന്നത്? I say who are you? I am George Utti, son-in-law. കൊടുക്കണം. Come on. അയ്യോ, വാറണ്ട് അടപ്പച്ച. അവരകത്ത് കയറ്റി ആ പ്രശ്നവും. താക്കോൽ എവിടെ? Who is the key? അയ്യോ, താക്കോൽ എടുക്ക്. വേഗം. കുരിശ് വരച്ചിട്ട് ഒരു കാര്യമില്ല. താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല. പിന്നെ? അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ. We want source of income. എന്നാ? സാർ പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട. 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണമെന്ന്? 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴിയേണ്ടി ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്. ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി. ഫസ്റ്റ് പാർട്ടി. എടാ നീ എവിടെയായിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി. അപ്പോഴേ താഴത്തെ അമ്പലത്തിൽ 8:30 മണിക്ക് നാടകവാ. പച്ചക്കണി വേഗം. താങ്ക് യു. വണ്ടി വിടാ. നേരം പോയി. ഞാനാണോടാ പൈലി നീ പറയുന്നത്? അതേ മുതലാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലേ അതിന്റെ പിന്നിൽ. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ഇനി അതേ മാർഗമുള്ളൂ. ഒരര മണിക്കൂറിന് അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ? അതെ, കുറച്ച് കാശ് എന്നാ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ലേ നല്ലത്. അതെ, ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താണെന്ന് കണ്ടില്ലേ?
അവന്റെ വായിൽ തന്നെ വരട്ടെ. ഇതൊക്കെ മോശം. തൂമ്പെടുക്കട. എവിടെയാടാ? അറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ കുഴിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഒന്ന് മാന്തിക്കടാ. മാന്തടാ. എന്താടാ ഇത്? നടക്ക. നിങ്ങളൊക്കെ എവിടെ നടക്കടാ. നടക്കടാ. എന്നാണെന്ന് നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം. എന്തിന്? നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചിട്ട് നല്ല ഒന്നാം തരം തേക്കും തടി. ഓഹോ, നമ്മളാരാ മനസ്സിലായില്ലോ. വേഷം കണ്ട അറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരുടെ അടുത്ത് വന്നതാ. ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം. ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കലപിടിപ്പിക്കരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും. ഇല്ലേ? ഞാൻ പഠിപ്പിച്ചേരാം. പോലീസിൽ ചേരണല്ലേ? പോലീസിൽ ചേരണ്ട. പുതിയ HCA ചീരം കണ്ടെത്തി ഇട്ടിച്ചും പിടിച്ച് അടിക്കുന്നു സാർ. എന്താ പ്രശ്നം? കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ ഇയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു. ഇവൻ ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെയാ? ഒരു ഇഷ്യൂ ആയ സ്ഥിതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി. അത് മതി. എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കില്ല. അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാനെ നിനക്കിന്ന് കൊണ്ടുപോകണോ? അല്ലെങ്കിൽ 2 ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്. വേണ്ട സാർ, ഇത് മതി. ഇവിടെ വാ. തനിക്കെന്റെ ബാപ്പാടെ പ്രായമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായത് തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നസ്രാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ, തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടുപോടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിലേക്ക് വാ.